ഹായ്, എല്ലാവർക്കും നമസ്കാരം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം, ഞാനിന്ന് പള്ളിയിൽ പോയപ്പോൾ ഏവൻഗേലിയൻ വായിച്ച ഒരു ഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്നെ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു വായനയായിരുന്നു. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയപ്പോൾ ഇതെന്ത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ് എല്ലാ കാര്യങ്ങളും നമ്മളോട് ഉപമകളായിട്ടാണ് നമ്മളോട് പറയുന്നത്, അല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഉപമകളായിട്ടാണ്. അപ്പോൾ ഉപമകളിൽ കൂടിയാണ് നമ്മളെ ദൈവം മനസ്സിലാക്കി തരുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയായപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലാണ് ഇത് കാണപ്പെടുന്നത്. അവിടെ 18 തൊട്ട് 22 വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പുരുഷാരം എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടപ്പോൾ സദൂക്യരുടെ പുളിച്ചമാവിനെക്കുറിച്ചും അവരെ സൂക്ഷിച്ചുകൊള്ളുവാൻ, കപടഭക്തി, പുളിച്ചമാവ് കാർഭക്തി സൂക്ഷിച്ചുകൊള്ളുവാൻ, മൂടി വെച്ചതൊന്നും വെളിവാകാതെ വരികയും ഗൂഢമായിട്ടൊന്നും അറിയാതെയൊക്കെ ഇരിക്കുകയില്ല. എന്നാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞാലും വെളിച്ചത്ത് കേൾക്കും, അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ച് പുരമുകളിൽ കേൾക്കും. എന്നാൽ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ കഴിയാത്തവണ്ണം ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണം ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ, അതെ, അവനെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ദൈവം ഇങ്ങനെ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഉപമകളാൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പുരുഷാരത്തിൻ്റെ ഇടയിൽ ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന്, അവൻ ഇതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്, വേറെ പലതും അവൻ്റെ മനസ്സിൽ കൂടെ ഒരാൾ സംസാരിക്കുകയാണ്. പുരുഷാരത്തിൻ്റെ ഇടയിൽ ഒരുത്തൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പുരുഷാരത്തിനിടയിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായിട്ട് അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് വളരെ കാര്യമായിട്ട് ഉപമയിൽ ഇങ്ങനെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും കേൾക്കാതെ ഒരുത്തൻ പറയുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13 തൊട്ടാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അപ്പം പറയുകയാണ്, ഗുരു, ഞാനുമായിട്ട് അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് അവനോട് ദൈവത്തോട് പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിനോട് പറയുകയാണ്. അപ്പം കർത്താവ് അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവായി പങ്കിടാനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പിന്നെ അവനോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ലേ അവന് ജീവന് ആധാരമായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു ഉപമയും അവനോട് പറഞ്ഞു. ധനവാനായ ഒരു മനുഷ്യൻ ഭൂമി നന്നായിട്ട് വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവനോട് പറഞ്ഞ്, ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയത് പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട്, എനിക്ക് ഏറിയ ആണ്ടുകൾ മതിയായ അനവധി വസ്തുക്കൾ ഞാൻ സ്വരൂപിച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവം അവനോട്, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നരാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. അപ്പോൾ നമ്മുടെ ഇടയിൽ ഒരുപാട് വ്യക്തികൾ ഇങ്ങനെയുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിച്ചും തട്ടിപ്പറിച്ചും സ്വന്തം സഹോദരങ്ങൾ, ഒരു വീട്ടിലൊരു 7 പിള്ളേരുണ്ടായാൽ അല്ലെങ്കിൽ 10 പിള്ളേരുണ്ടായാൽ ഒരുത്തനേലും കാണും അതിനകത്ത് വളരെയധികം ദിവ്യാഗ്രഹികളായിട്ടുള്ള ആൾക്കാരും അഹങ്കാരികളും അത്യാഗ്രഹികളുമായിട്ട് ചില സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു സഹോദരൻ
ഈ 7 സഹോദരങ്ങളുടെയും സമ്പത്ത് കരസ്ഥമാക്കാൻ നോക്കുന്ന ചില സഹോദരന്മാരുണ്ട് അല്ലേ. അപ്പം അവർക്ക് അവരുടെ പങ്കുകൾ തിരിച്ചു കൊടുക്കാതെ എല്ലാം അവൻ തന്നെ കൈക്കലാക്കണം. സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും എല്ലാവരുടെയും പങ്ക് അവൻ കളിപ്പിച്ച് കയ്യിൽ വാങ്ങിച്ച് അവന് എല്ലാം എനിക്ക് കിട്ടി. ഓർക്കണം, അവനൊരിക്കൽ സ്നാനപ്പെട്ടവനാണ്. അവൻ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ വന്നതാണ്. അവൻ്റെ കുടുംബവും സ്നാനപ്പെട്ട് ദൈവത്തെ സ്വീകരിച്ചവനാണ്. അങ്ങനെയുള്ളവരാണ് ചിലപ്പോൾ ഇത് കലപ്പയ്ക്ക് കൈ വെച്ച ശേഷം പുറമോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ഒന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ദൈവം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവനാണ് ഇങ്ങനെ അത്യാഗ്രഹികളായിട്ടുള്ള മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തു ചെയ്യും? അങ്ങനെ ദിവ്യാഗ്രഹത്തിന് വേണ്ടി ആർത്തി പൂണ്ട് മറ്റൊരു മനുഷ്യരെ കളിപ്പിച്ച് കള്ളക്കേസ് കൊടുത്ത് പല രീതിയിൽ ദിവ്യാഗ്രഹം കരസ്ഥമാക്കുന്ന ആൾക്കാരുണ്ട്. ഓർക്കണം, കർത്താവ് പറഞ്ഞ പോലെ, മൂഢ, ഇന്ന് രാത്രി നിൻ്റെ ജീവനെ എടുത്താൽ നീ കൂട്ടിവെക്കുന്നതും നീ അത്യാഗ്രഹത്തോടുകൂടി മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നതും നീ സമ്പാദിച്ചു നിനക്ക് അനുഭവിക്കാൻ പറ്റുമോ? മൂഢ, ഇന്ന് രാത്രി നീ സമ്പാദിച്ചത് നീ എവിടെ പോയി? നീ പറയും, എല്ലാവരുടെയും ഞാൻ കളിപ്പിച്ചെടുത്തു, ഞാൻ വലിയ പണക്കാരനായി, ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചും തട്ടിപ്പറിച്ചു കൊടുത്ത വസ്തുക്കൾ കൊണ്ട് തിന്നുക, കുടിക്കുക, ആശ്വസിക്കുക എന്ന് നീ പറയുന്ന നിന്നെ നീ എവിടെ നീ പോകും? ഇന്ന് രാത്രി നിൻ്റെ ജീവനെടുത്ത് നിൽക്കാൻ അനുഭവിക്കാൻ പറ്റുമോ? ദൈവം പറയുന്നത് എത്ര സത്യമാണ്. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ദൈവം തന്ന സമ്പത്ത് നമ്മൾ മാത്രം അനുഭവിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്കോടുകൂടി നമ്മൾ കൊടുക്കണം. നമ്മുടെ ദൈവത്തിന് അതാണ് ദശാംശം കൊടുക്കുന്നത്. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കിട്ടുന്ന സകലത്തിൽ നീ ദശാംശം കൊടുക്കണം. 10 ദശാംശം. അബ്രാഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം 10 ദശാംശം കൊടുത്തിരുന്ന ബൈബിൾ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നു. അങ്ങനെ ഇസഹാക്ക്, എല്ലാവരും, യാക്കോബ്, എല്ലാവരും അങ്ങനെ ദശാംശം കൊടുത്തിരുന്ന വ്യക്തികളാണ്. അപ്പം നമ്മളെ മറ്റുള്ളവരുടെ നിന്ന് തട്ടിപ്പറിച്ച് സമ്പന്നനാകാതെ തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. തനിക്ക് എല്ലാം എൻ്റേത്, ഞാൻ എന്ന അഹങ്കാരവാക്കോടുകൂടി സഞ്ചരിക്കുന്നവൻ്റെ അധപതനം വളരെ അടുക്കുകയാണ്. അവരെ ദൈവം രാത്രിയിൽ അവൻ്റെ ജീവനെ വിളിച്ചാൽ അവൻ ഈ കൂട്ടിവെക്കുന്നതൊക്കെ എങ്ങോട്ട് പോകും? അപ്പം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ധനമൊന്നും നമ്മൾ ഒന്നും കൊണ്ടുപോകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ലത് ചെയ്തും നല്ലത് പ്രവർത്തിച്ചും നല്ല വാക്കുകൾ പറഞ്ഞും സഹായിക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചും നിങ്ങൾക്ക് സഹായിക്കാൻ നിവൃത്തിയുള്ളപ്പോൾ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുക. ഒരുത്തൻ നഗ്നനായിരുന്നാൽ അവന് ഉടുക്കാൻ കൊടുക്കുക, ഒരുത്തൻ വിശപ്പോടുകൂടി അവന് ഭക്ഷിക്കാൻ കൊടുക്കുക, ഒരുത്തന് ദാഹിച്ചു വന്നാൽ അവന് കുടിപ്പാൻ കൊടുക്കുക. നീ 1 ഗ്ലാസ് വെള്ളം എൻ്റെ നാമത്തിൽ കൊടുത്താൽ അത് ദൈവത്തിന് കൊടുക്കുന്നത് പോലെയാകുന്നു എന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നിലും അത്യാഗ്രഹം പാടില്ല. നമുക്ക് ദൈവം തന്നത് നമുക്ക് അതിനെ നമ്മൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് തന്നതിൽ കൂടി നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക, വിശക്കുന്നവന് വിശപ്പടക്കാൻ കൊടുക്കുക, 10 ദൈവത്തിന് നമ്മൾ ദാനമായിട്ട് കൊടുക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ അത്യാഗ്രഹം ഒന്നും കൊണ്ടും നമുക്ക് ഉപകാരപ്പെടുകയില്ല. അത്യാഗ്രഹികൾക്ക് ആപത്താണ് വരുന്നത്. അവരൊരു ദിവസം ഈ ആപത്തിൽ പെട്ടുപോകും. അത്യാഗ്രഹം ആപത്ത്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളെല്ലാവരും ഈ വചനം കേട്ട് നിങ്ങളുടെ വസ്തുവകളെല്ലാം നിങ്ങൾ സമ്പന്നനാകാതെ, മറ്റുള്ളവർക്ക് ദോഷമായിട്ട് ദൈവീയ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ദൈവം വിളിച്ചാൽ അവനെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം, അല്ലേ? അതാണ് ചെയ്യേണ്ടത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ചക്രവർത്തി, അയാൾ രാജ്യം മൊത്തം വെട്ടിപ്പിടിച്ചു. എല്ലാ ഒരുപാട് സ്വത്തുക്കളും സമ്പാദ്യങ്ങളും അയാൾ ഉണ്ടാക്കി അനേകം ആൾക്കാരെ കൊന്നു. അവസാനം അയാൾക്കൊരു മഹാരോഗം പിടിച്ചു.
ആ മഹാരോഗത്തിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പല വൈദ്യന്മാരും വന്നു, അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. അവസാനം അയാൾ പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശവമഞ്ചം ചുമക്കുന്നത് വൈദ്യന്മാരായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു വൈദ്യനും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. എൻ്റെ 2 കൈയും വെളിയിലിട്ടേക്കണം. കാര്യം ഞാനൊന്നും ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകുന്നില്ല. മൂന്നാമതായിട്ട് ഞാൻ സമ്പാദിച്ച വസ്തുക്കളും സ്വർണവും പണവും എല്ലാം വഴിനീളെ വലിച്ചെറിയണം, എറിഞ്ഞുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ്, ഈ ലോകത്തിലെ സ്വത്തും സമ്പാദ്യവും ഒന്നും ഈ ലോകത്തിൽ ഒന്നും നമ്മൾ കൊണ്ടുപോകുകയില്ല. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നല്ലവരായിട്ട് ജീവിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ദൈവത്തെ സന്തോഷിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ജീവിച്ചാൽ ദൈവം നമുക്ക് പ്രതിഫലമായിട്ട് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ കിരീടവും നമുക്ക് കിട്ടും എന്നാണ് ഞാൻ നിങ്ങളോട് പറയാനിരിക്കുന്നത്. ഈ വചനം കേട്ട നിങ്ങൾക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ എൻ്റെ ഇതിനകത്തുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമേ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.